നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ഒരു ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഇത് വളരെ ലളിതമാണ്, വളരെ ഈസിയാണ്, പലർക്കും അറിയാവുന്നതായിരിക്കും. എങ്കിലും നമ്മുടെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോയാണ്. ആദ്യമായി നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന, കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോൾഡർ കാണും. ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫോൾഡറിനകത്തായിരിക്കും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോട്ടോഷോപ്പ് എന്നും സീരിയൽ നമ്പർ എന്നൊക്കെ പറഞ്ഞൊരു രണ്ട് ഫോൾഡറും ഒരു നോട്ട് പാഡും ഒക്കെ കാണും. ആ സീരിയൽ നമ്പറിനകത്ത് ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. അതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വേഡ് പാഡിൽ ഇത്ര ഒരു നമ്പർ വരും. അതിനെ ഒന്ന് കോപ്പി ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കോപ്പി ചെയ്ത് വെച്ച ശേഷം അതിനെ അങ്ങ് മിനിമൈസ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഫോട്ടോഷോപ്പ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ താഴെ ഭാഗത്തായിട്ട് ഏറ്റവും താഴെ താഴെ നിന്ന് എണ്ണുമ്പോൾ നാലാമതായിട്ട് സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു മോണിറ്ററിൻ്റെ ഐക്കണുള്ള ഭാഗം കാണും. അതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. അത് യെസ് കൊടുത്താൽ മതിയാവും. ഫോട്ടോഷോപ്പിൻ്റെ ഐക്കൺ അന്നേരം ഇങ്ങനെ ഷോ ചെയ്യപ്പെടും. അത് സെറ്റപ്പിൽ അത് ഇൻക്രീസ് ചെയ്ത് 99% വരെയായി നിന്ന് അത് 100%ലേക്ക് വയ്ക്കും. അതിനുശേഷം ഇത്തരത്തിലൊരു ഡയലോഗ് ബോക്സും പോപ്പപ്പും ഒക്കെ വരും. അതിൽ നമ്മൾ നെക്സ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ നമ്മുടെ ഭാഷ, ലാംഗ്വേജ് ആണ് ചോദിക്കുന്നത്. അതിൽ US ഇംഗ്ലീഷാണ് മിക്കവാറും കൊടുക്കേണ്ടി വരിക. മിക്കവാറും എല്ലാ സോഫ്റ്റ്വെയറുകൾക്കും അങ്ങനെയായിരിക്കുമല്ലോ. അത് കൊടുത്തിട്ട് നെക്സ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അത് ശരിക്കും വായിച്ച് നോക്കണം എന്നാണ്. നമ്മളത് വായിച്ച് നോക്കേണ്ടി ഉള്ള സമയപരിമിതി മൂലം വായിച്ച് നോക്കാൻ നിൽക്കുന്നില്ല. അതിനുശേഷം അതിൽ ആക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി വരുന്ന ഭാഗത്താണ് നമ്മുടെ സീരിയൽ നമ്പർ ചോദിക്കുന്നുണ്ടാകും. ആദ്യം ടൈറ്റിൽ, സല്യൂട്ടേഷൻ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എന്നൊക്കെ പറഞ്ഞ ഓരോ കോളങ്ങളുണ്ട്. അവിടെ എന്തെങ്കിലും നമ്മൾ കൊടുത്താൽ മതി. പിന്നെ ഏറ്റവും മുകളിൽ പ്രൊഡക്റ്റ് ഈസ് രജിസ്റ്റേർഡ് ടു ബിസിനസ് ആണോ ഇൻഡിവിജ്വൽ ആയിട്ടാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അവിടെ ഞാൻ ആൻ ഇൻഡിവിജ്വൽ എന്നിടത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ ബാക്കിയുള്ള ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ മതി. ലാസ്റ്റ് നെയിം, നമ്മുടെ തന്നെ നെയിം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കമ്പനി നെയിമും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അഥവാ കമ്പനി നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. നിർബന്ധിതമായിട്ട് കൊടുക്കേണ്ടത് സീരിയൽ നമ്പർ എന്ന ഭാഗമുണ്ട്. നമ്മൾ മുമ്പേ ഒരു വേഡ്പാട് കണ്ടു. അതിൽ നിന്ന് കോപ്പി ചെയ്ത് വെച്ച ആ സീരിയൽ നമ്പർ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുകയാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുക്കുമ്പോൾ ആ നമ്പർ മുഴുവൻ ഇതിലേക്ക് അങ്ങ് പേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ യെസ് ആണ് കൊടുക്കുക. നമ്മൾ ഈ കൊടുത്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നമുക്ക് വായിച്ച് നോക്കാനായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പോപ്പപ്പാണ്. അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ യെസ് എന്ന് കൊടുക്കും. അതിനുശേഷം ടിപ്പിക്കൽ ആൻഡ് കസ്റ്റം എന്നൊരു ചോദ്യം വരും. അത് ചിലപ്പോൾ ഈ ഫോട്ടോഷോപ്പിൻ്റെ കൂടെ വരുന്ന ചില ഫിൽറ്ററുകളൊക്കെ വേണ്ടാത്തതും ഒക്കെ കാണും. അപ്പോൾ അത് വേണ്ടാത്ത രീതി അല്ലെങ്കിൽ ആവശ്യമുള്ളതിനെ മാത്രം ചെയ്യണമെങ്കിൽ കസ്റ്റം എന്നും, അല്ലെങ്കിൽ എല്ലാം കൂടി വരും. ടിപ്പിക്കലാണെങ്കിൽ സാധാരണ രീതിയിലൊക്കെ ചെയ്യാം. അത് രണ്ടിൽ ഏത് കൊടുത്താലും ഇപ്പം നമ്മുടെ കേസിൽ പ്രശ്നമില്ല. വീണ്ടും നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. പിന്നെ ഇതുപോലുള്ള ഡയലോഗ് ബോക്സ് വരും. അവിടെയൊക്കെ നമ്മൾ നെക്സ്റ്റ് കൊടുത്താൽ മതി. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഇങ്ങനെ താഴെ ഒരു പോപ്പപ്പിൽ കാണിച്ചുകൊണ്ടിരിക്കും. അത് ഇൻസ്റ്റലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ. അതിന് കുറച്ച് ടൈം എടുക്കും ഇൻസ്റ്റലേഷൻ തീരാനായിട്ട്. ഫോട്ടോഷോപ്പ് 7 എന്ന വേർഷനാണ് നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് അല്പം പഴയ വേർഷനാണ്. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ വേർഷനാണ്. ഇപ്പോൾ ഇത് കോറൽ 7 കഴിഞ്ഞിട്ട് പിന്നെ കോറൽ CS, അതായത് ക്രിയേറ്റീവ് സൂട്ട് 1, 2, 3 അങ്ങനെ 6 വരെ വന്നു. അതിനുശേഷം ഇതും ഫോട്ടോഷോപ്പ് 2020 ഒക്കെ വരെ 2020 വരെയൊക്കെ ആയിട്ടുണ്ട്.
അതിൽ അടുത്ത വെർഷനൊക്കെ ഇറങ്ങാറായിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ നമുക്ക് വില കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ട സോഫ്റ്റ്വെയർ, അത് വലിയ വിലയാണ്. നമുക്ക് സാധാരണ ചെയ്യുന്ന ഒരാൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതിനെക്കാട്ടിൽ വിലയുണ്ട്. ഒരു 45,000 രൂപയൊക്കെ വരെ ഇതിൻ്റെ വില വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും നമ്മൾ വില മുടക്കി ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ പഴയ വേർഷൻ 7 എല്ലാവർക്കും അയച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു 2020 ഒക്കെ ഇങ്ങനെ നമ്മൾ ഫോട്ടോഷോപ്പ് 2020 നമുക്ക് ഇമെയിലൊക്കെ വഴി അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇമെയിലൊക്കെ പോവില്ല. അതുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ 7 എല്ലാവർക്കും അയച്ചു തന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പുതിയ വേർഷൻസ് കിടപ്പുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊള്ളുക. ഇതിപ്പോൾ വിൻഡോസ് 10 വരെയുള്ള വേർഷൻസിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. 11 ആണെങ്കിൽ അതിൽ പക്ഷേ ഈ പഴയ വേർഷൻ ഇൻസ്റ്റാൾ ആകാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ നമ്മുടെ ആപ്പിൾ മാക്കിൻ്റെ സിസ്റ്റത്തിലും ഇത് ഇൻസ്റ്റലേഷൻ ബുദ്ധിമുട്ടാണ്. അതിലൊക്കെ പുതിയ വെർഷൻസ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ കിട്ടുമെങ്കിൽ സേവ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇൻസ്റ്റലേഷൻ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പിൻ്റെ വീണ്ടും വരും. അതിൻ്റെ റീഡ്മി ഫയൽ വരും. നമ്മൾ ഈ ടിക്ക് ഓൺ ആക്കിയിട്ട ശേഷം ഫിനിഷ് കൊടുത്താൽ ഇങ്ങനെ റീഡ്മി എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫയൽ വരികയാണ് ചെയ്യുക. ആ ടിക്ക് ഓഫ് ആണെങ്കിൽ റീഡ്മി വരികയില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ റീഡ്മി ഓപ്പണായി വരുന്നതും കൂടി ഒന്ന് കാണിക്കാം. ശരിക്കും നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കാൻ വേണ്ടി മാത്രം വരിക. ഫോട്ടോഷോപ്പിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ട രീതികളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വായിച്ച് നോക്കാം. കുറേ അധികം താഴേക്കാണ്. അതിൻ്റെ കോപ്പിറൈറ്റിൻ്റെ കാര്യങ്ങളും ഗ്രാഫിക്സിൻ്റെ ഇഷ്യൂ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് വേണമെങ്കിൽ വായിച്ച് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അതിനെ ക്ലോസ് ചെയ്ത് കളയാം. ഇപ്പോൾ ഫോട്ടോഷോപ്പ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അത് സ്റ്റാർട്ടിൽ പ്രോഗ്രാംസിൽ ആണ് വരിക. പ്രോഗ്രാംസിൽ ഫോട്ടോഷോപ്പ് 7 എന്ന് തന്നെ പറഞ്ഞിട്ട് ഉണ്ടാവും. അതിവിടെ നോക്കുക, അഡോബിൻ്റെ ഉള്ളിലായിരിക്കും വരിക. അഡോബ് എന്ന ഫോൾഡറിനകത്തായിരിക്കും ഇത് വരിക. ഇതുപോലുള്ള അഡോബ് ഫോൾഡറിൻ്റെ അകത്ത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇതുപോലെ വരും. അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ മതി. ഫോട്ടോഷോപ്പിന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിനെ വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡെസ്ക്ടോപ്പിലോട്ടൊക്കെ കൊണ്ട് ഡ്രാഗ് ചെയ്ത് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ പിൻ ടു സ്റ്റാർട്ട് ഇതൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ മോറിൽ വന്നിട്ട് ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ടാസ്ക് ബാറിൽ, ഈ താഴത്തെ ബാറാണ്, ടാസ്ക് ബാറിലെ കൊണ്ട് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ ഫോട്ടോഷോപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. ആദ്യം വരുമ്പോൾ മാത്രമേ ഇത്തരത്തിലൊരു ചോദ്യം വരികയുള്ളൂ. പിന്നീട് ഉള്ള ഓപ്പണിങ്ങിലൊന്നും അതുണ്ടാവുകയില്ല. ഫസ്റ്റ് ടൈം മാത്രമേ അത് വരികയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. ഈ ഒരു സിമ്പിൾ ഇതിനകത്ത് എഴുതി കാണിക്കുന്ന ഈ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത സയൻറ്റിസ്റ്റുകളുടെ പേരുകളാണ് ഈ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 20-ലധികം വരുന്ന സയൻറ്റിസ്റ്റുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു ടീം വർക്കാണ്. അവരുടെ പേരുകളാണ് ഇതിലിപ്പോൾ 1, 2 തോമസ് ക്നോൾ, മാർക്ക് ഹംബർഗ്, പിന്നെ സീതാരാമൻ നാരായണൻ എന്നൊരു 3ാമത്തെ പേര് കാണാം. അതൊരു ഇന്ത്യക്കാരനായ സയൻറ്റിസ്റ്റാണ്, തമിഴ്നാട് സ്വദേശിയാണ്. അതുപോലെ 3ഓളം ഇന്ത്യക്കാർ ഈ 20ഓളം വരുന്ന സയൻറ്റിസ്റ്റുകളുടെ കൂട്ടത്തിലുണ്ട്. അത്രയും പേര് ചേർന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മഹത്തായ സോഫ്റ്റ്വെയറാണ്, പ്രൊഫഷണൽ സോഫ്റ്റ്വെയറാണ് ഫോട്ടോഷോപ്പ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് കാണുക. ലെഫ്റ്റ് സൈഡിൽ ടൂൾ ബോക്സ് കാണും, റൈറ്റ് സൈഡിൽ ഇങ്ങനെ ലെയർ പാലറ്റ് കാണും, ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് കുറേ പാലറ്റുകളൊക്കെ കാണും. അത് നമ്മൾ ഫോട്ടോഷോപ്പ് കൂടുതൽ പഠിക്കുന്ന സമയങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് വിശദീകരിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.